നമ്മളിപ്പോൾ ഈ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ കൗൺസിലേഴ്സ് കോമൺ ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ അവർ പഠിപ്പിച്ചു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ജനറൽ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ, നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു എല്ലാത്തിനോടും നമുക്ക് കിട്ടുന്ന കാര്യങ്ങളോട് നന്ദി പ്രകടിപ്പിക്കുക. അപ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കൂടുതൽ പോസിറ്റീവ് ആവും. അപ്പോൾ അവർ പറയണത് എന്താ വെച്ചാൽ, ഐദർ രാത്രി കിടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ രാവിലെ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഡയറി കീപ്പ് ചെയ്യുക. പിന്നെ അഫർമേഷൻസ്, പോസിറ്റീവ് അഫർമേഷൻ എന്ന് പറയും. ഗ്രാറ്റിറ്റ്യൂഡ് ഡയറി എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എഴുതാനാണ് പറയുന്നത്. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഇതാവും. നമ്മൾ അന്ന് നടന്ന എന്തെങ്കിലും ഒരു 10 നല്ല കാര്യം, അല്ലെങ്കിൽ 5 ആയാലും കുഴപ്പമില്ല, നല്ല കാര്യങ്ങൾ താങ്ക് യു നോട്ട് പോലെ നമ്മൾ എഴുതുക. എല്ലാവരുടെ ലൈഫിലും എല്ലാ കാര്യങ്ങളും ചീത്തയല്ലല്ലോ, എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈവൻ സ്മോൾ, ഇന്ന് കണ്ട സിനിമ നല്ലതായിരുന്നു, ഇന്നത്തെ ഫുഡ് നല്ലതായിരുന്നു, ഇന്ന് ഞാൻ ഡ്രസ്സ് ചെയ്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു, ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു, ഇന്ന് എന്നെ എനിക്ക് നല്ല മാർക്ക് കിട്ടി. എനിത്തിങ്, നിങ്ങൾക്കുള്ള എന്തെങ്കിലും ഒരു നല്ല കാര്യം എല്ലാ ദിവസവും എഴുതുക. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആവും. അപ്പോൾ അത് ഡയറക്റ്റ്ലി ഫീഡാവും. അതിന് പകരം വല്ലവരുടെ സോഷ്യൽ മീഡിയ കാര്യങ്ങളും ന്യൂസും കാണാതിരിക്കുക. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പും എണിച്ച ഉടനെ ഫസ്റ്റ് തിങ്. പിന്നത്തെയാണ് പോസിറ്റീവ് അഫർമേഷൻസ്. അഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളെക്കുറിച്ച് നല്ല ഒരു ഫീലിംഗ് നമ്മളുടെ വരാൻ വേണ്ടിയിട്ട് നമ്മളെക്കുറിച്ച് എന്തെങ്കിലും 5 or 10 നല്ല കാര്യങ്ങൾ. ഇപ്പോൾ രാത്രി ഗ്രാറ്റിറ്റ്യൂഡ് ഡയറി എഴുതുക, രാവിലെ അഫർമേഷൻ ചെയ്യാം. നമ്മൾ എണിച്ചിട്ട് ഞാൻ എന്ത് കൈൻഡ് പേഴ്സണാണ്, ഞാൻ ഇന്നലെ നടന്നു പോയപ്പം ഒരാൾക്ക് ആവശ്യം വന്ന് ഞാൻ ഹെൽപ്പ് ചെയ്തു. ഇങ്ങനെ നമുക്കിങ്ങനെ ചിന്തിക്കാം. അല്ലെങ്കിൽ ഞാൻ ഇന്നലെ എൻ്റെ മദറിനെ വിളിച്ചു കാര്യം അന്വേഷിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ എൻ്റെ കൊളീഗിന് ബുദ്ധിമുട്ട് വന്ന് ഞാൻ ഹെൽപ്പ് ചെയ്തു. സോ ഐ എം ഗുഡ്, ഐ എം കൈൻഡ്. അപ്പോൾ നമുക്കത് പ്രോഗ്രാം ചെയ്യാം. ആണ്, ഐ എം ഹെൽത്തി, എന്ത് വേണമെങ്കിലും പോസിറ്റീവ് അഫർമേഷൻസ് വരുമ്പം അത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വരും. കാരണം നമുക്ക് നമ്മളെന്താണെന്ന് അറിയാമല്ലോ, വേറെ ആരും പറയണ്ടല്ലോ. അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും. സ്ട്രെസ്സ് കുറയ്ക്കാൻ ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ കുറേ എക്സസൈസുകൾ ഒരുപാടുണ്ട്. ആൻഡ് തെറാപ്പി ഹെൽപ്പ് ചെയ്യും, കൗൺസിലേഴ്സ് അതിനെ ഹെൽപ്പ് ചെയ്യും.